അത് കുറേ നാൾക്ക് ശേഷം ഞാൻ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാം. കൂടുതൽ മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല, ആസ് യൂഷ്വൽ. ഒന്നല്ലെങ്കിൽ ഈ പോൺസിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സ്നെയിൽ സിറം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ഞാൻ എന്തായാലും ഈ സംഭവം യൂസ് ചെയ്യും. ഇത് എന്റെ ഫേസിലേക്ക് ഒന്ന് അബ്സോർബ് ആക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാറില്ല. ഇവിടെ ഒരാളുണ്ട്, മാധു. മാധു അവിടെ കിടന്ന് നല്ലോണം കരയുണ്ട്. ഞാൻ ഉറങ്ങുന്നില്ലാന്ന് ആൾക്കാർ വിചാരിക്കണ്ട. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഹെക്റ്റിക്കുള്ളൊരു ഫ്ലൈറ്റ് ചെയ്യണത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കഴിഞ്ഞു പോകേണ്ട ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ് ലൈനറാണ്. എന്താണ് ആ ഫ്ലൈറ്റിൽ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ ഒരു പണി എടുക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനും പറ്റിയില്ല. എനിക്ക് ലിപ് ലൈനറിലാണ്ട് പറ്റില്ല കേട്ടോ. ഈ ബ്ലഷ് അടിപൊളിയാണ്, കുറച്ച് വലുതായ. ഈ ബ്ലഷ് ഇടുമ്പോൾ മുഖത്തുണ്ടാവണ ചേഞ്ച് ഇല്ലേ, എന്നെ കണ്ടാൽ തോന്നുന്നു ഞാൻ കുറേ ദിവസങ്ങളായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഈ സൈഡിൽ കൂടിയില്ലേ, ഇത് കുറച്ച് തുടച്ച് കളയാം. ലിപ് ലൈനർ ഇട്ട് ഒരു ബ്ലഷ് ഇട്ടപ്പോൾ വന്ന ചേഞ്ച് നോക്കൂ. ഇതൊരു അടിപൊളി സാധനം കേട്ടോ. കുറച്ചിട്ടാൽ മതി. കണ്ണൊന്നും എഴുതാനുള്ള. ഇന്നലത്തെ ഫ്ലൈറ്റ് അതുകൊണ്ട് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഞാൻ എക്സോസ്റ്റഡായി. നാളെ ചേച്ചി മാധു നാട്ടിലേക്ക് പോവാണ്. അയ്യോ, ഇത് ഒരു ഐബ്രോ പെൻസിലാണ്. ആകെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഭയങ്കര അൺഇവനായിട്ട്. ഇന്നലെ വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. ഞാനപ്പോൾ പോയിട്ട് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം.